This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma. നമസ്കാരം. അവർ TV 24/7 മൃദുല VM ആണ് നമ്മളോടൊപ്പം ഉള്ളത്. 62 എഴുത്തുകാരിൽ ഒരാളാണ് മൃദുല VM. നമസ്കാരം. നമസ്കാരം. നേരത്തെ പുസ്തകങ്ങൾ എഴുതിയിരുന്നു അല്ലേ? അതാണ് നമ്മളോടൊപ്പം കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ ഇതില് പ്രകാശനം ചെയ്യപ്പെട്ടത് കവിതയാണ്. കവിത പെയ്യുമ്പോൾ. ഓക്കെ. അതിനു മുമ്പ് ആദ്യ സമാഹാരമാണ് കുത്ത് വിരാമം ബിന്ദു. ഓക്കെ. ഈ പെണ്ണില്ലത്തില് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? പെണ്ണില്ലത്തില് ഞാൻ തികച്ചും അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ്. ആദ്യ സമാഹാരം കവിതയായിരുന്നു. രണ്ടാമത്തത് കുട്ടികൾക്കുള്ള നോവലാണ്. അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോഴ് ഒരുപാട് കവിതകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം കുറച്ച് കോപ്പി ഇറക്കി കവിതകള് ചെയ്യാ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് പെണ്ണില്ലം അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതും അവിടത്തേക്ക് എത്തിയതും. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിലേക്ക് അതൊരു നിമിത്തമായി മാറിയത്. എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു സന്തോഷമായ നിമിഷമാണ് ആ ഒരു ഫെസ്റ്റിൽ വെച്ചിട്ട് പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ളത്. വളരെ ഗ്രേറ്റ് ആയിട്ടാണ്. കാരണം ഈ 62 പേരുമായിട്ട് വലിയൊരു ഒരു പ്ലാറ്റ്ഫോമിലായിരുന്നു ഈ പുസ്തക പ്രകാശനങ്ങൾ നടന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ എത്താൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം. അപ്പം അതിനു മുമ്പ് ഈ ഒരു കവിത പെയ്യുമ്പോൾ ഒരു കവിത, ഒരു 2 ലൈൻ ഒരു എഴുത്തുകാരി തന്നെ അതിന്റെ കവിത ചൊല്ലുമ്പോൾ. അമൃതമേ എന്ന കവിതയാണ് നിങ്ങൾ എടുത്തത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ഇനി എനിക്ക് പൂക്കാം നീ തന്ന ജലകണങ്ങളൻ വേരിലൂടൊഴുകുന്നു, നീ തന്ന കിരണങ്ങളേറ്റൻ ഇലയും തളിർക്കുന്നു. എത്ര കാലമായെന്നോ ഞാനീ മുൾക്കൂട്ടിനുള്ളിൽ തിങ്ങിപ്പിടയുന്നു, എത്ര കാലമായൊരു പൂവായി ചിരിക്കാൻ കൊതിക്കുന്നു. ഇന്നെന്നെ ഞെരുക്കിയ മുൾപടർപ്പൊക്കെ കരിഞ്ഞുപോയി, തല നീട്ടി നിന്നെ കാണുന്നു. നീ തൊട്ട നേരം വാടിയ കനവുകളിൽ വസന്തം വിരിയുന്നു, വീണ്ടും പടരട്ടെ സുഗന്ധമേകട്ടെ വാനിൽ പരക്കട്ടെ. തീർച്ചയായും നല്ല നല്ല വരികൾ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കവിതകൾ എഴുതി അത് എന്താണ് ഇത് പബ്ലിഷ് ചെയ്യണമെന്ന രീതിയിൽ തന്നെ വെക്കുകയാണ്, അതോ യാദൃശ്ചികമായിട്ടാണോ? യാദൃശ്ചികം. കവിത എഴുതുന്നതിന് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോൾ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയായിരിക്കാം, പത്രങ്ങളിൽ വന്ന വാർത്ത അല്ലെങ്കിൽ നമ്മെ വിഷമിപ്പിച്ച കാര്യങ്ങളായിരിക്കാം, നമ്മളെ സന്തോഷിപ്പിച്ച കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത് ആ സമയത്ത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ എഴുതാൻ പറ്റില്ല. അപ്പൊ അത് വല്ലാത്തൊരു സ്ട്രെസ് നമ്മളെ ഉള്ളില്. ആ വരികൾ പിന്നെ നമുക്കത് കിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒറ്റ ഇരിപ്പിൽ എഴുതിയ പല കവിതകൾക്കുമാണ് എനിക്ക് സംസ്ഥാന തലത്തിലൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്നത് എന്നെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നു. ഒരു ആണിയാത്രകൾ എന്നുള്ള കവിത, യശോദരയ്ക്കും ബുദ്ധനും ഇടയിൽ. ഇപ്പൊ എപ്പോഴും ബുദ്ധൻ പോയ സമയത്ത് യശോദര എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. യശോദര പറയുന്നുണ്ട്, അവിടുത്തെ കൈകളിൽ ഞാൻ ഭിക്ഷാപാത്രമായി കിടന്നുകൊള്ളട്ടെ, എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകരുതേ എന്ന്. ഇപ്പോഴും ബുദ്ധൻ പറയുകയാണ്, പറ്റില്ല, ഇവിടുത്തെ ഈ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നേരെ പോകേണ്ടവനാണ് ഞാൻ. എന്റെ കയ്യിൽ ഭിക്ഷാപാത്രമായിട്ട് പോലും എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുണ്ട്. അപ്പം സ്ത്രീകള് എപ്പോഴും എല്ലാ വേദനകളും, യുദ്ധത്തിലായാലും ജീവിതത്തിലായാലും സമൂഹത്തിലെ ഏത് പ്രശ്നങ്ങളിലായാലും അത് സ്ത്രീകൾ മാത്രമാണ് അനുഭവിക്കുന്നത്. അവര് എപ്പോഴും അടുക്കളയിൽ ഒറ്റപ്പെട്ടിട്ട് തന്നെയാണ്. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകൾ തന്നെയാണ്. പക്ഷെ കാലം മാറുമ്പോഴുള്ള സന്തോഷം അത് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ എത്തിപ്പെട്ടത്. പക്ഷെ ഈ പെണ്ണില്ലത്തിൽ നിന്ന് വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവ് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. എന്നെ കൊണ്ടുവരാനും കൂടെ അത് എന്റെ പുസ്തക പ്രകാശനത്തിന് ഏറ്റുവാങ്ങിച്ചതും എന്റെ ഭർത്താവ് തന്നെയാണ്. പുരുഷന്മാരെ തള്ളിപ്പറയുകയല്ല, അവർ കൂടെ നിൽക്കണം, ചേർത്ത് നിർത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്റെ കുട്ടികളാണ് ഇതിൽ ചിത്രം വരച്ചത്. എന്റെ ക്ലാസ്സിലെ കുട്ടികള് ഷാൻകൃഷ്ണ,
ആദ്യത്തെ ഞാൻ കാടാച്ചിറ ഹൈസ്കൂളില് അധ്യാപികയാണ്, മലയാള അധ്യാപികയാണ്. ഓക്കെ. അപ്പം അവര് പിന്നെ ബാക്കി ചിത്രങ്ങൾ ഞാൻ തന്നെ വരച്ചതാണ്. ഓ അത് ശരി. അപ്പം ഈ അധ്യാപികയായിട്ട് ഇപ്പം ഷോർട്ട് ലീവ് എടുത്താണ് വന്നിരിക്കുന്നത്. അതെ, ഒരാഴ്ചത്തെ ലീവ് എടുത്ത് വന്നതാണ്. കുട്ടികളും അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി അവരെന്നെ യാത്ര അയച്ചു. അവർക്കും അവര് പറയും നമ്മൾ കൂടി അറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം. തീർച്ചയായിട്ടും ഇത്രയും നേരം അവർ TV 24/7 ഈ വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. പിന്നെ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിയട്ടെ, കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി. താങ്ക് യു.